ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള കോച്ചുകളിൽ അനധികൃതമായി യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് കനത്ത പിഴ ചുമത്താനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ഇത്തരക്കാരിൽ നിന്ന് ജൂലൈ 1 മുതൽ 2500 രൂപ തൽക്ഷണം പിഴ ഈടാക്കും. വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രെയിനുകളിലെ അനധികൃത പ്രവേശനം തടയുന്നതിനുമായാണ് റെയിൽവേ കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത്. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പിഴ ഈടാക്കുക മാത്രമല്ല, നിയമലംഘനം ആവർത്തിക്കുന്നവർക്കെതിരെ 1989 റെയിൽവേ ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിയമലംഘകരെ നിർദ്ദിഷ്ട കാലയളവിലേക്ക് ട്രെയിൻ യാത്രകളിൽ നിന്ന് വിലക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജൂൺ 20 മുതൽ പ്രാബല്യത്തിൽ വന്ന ജൻവിശ്വാസ് ആക്ട് 2026 പ്രകാരമാണ് റെയിൽവേ ആക്ടിലെ സെക്ഷൻ 162 കീഴിലെ കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴത്തുക 500 നിന്ന് 2500 രൂപയായി ഉയർത്തിയത്. രാത്രിയിലും തിരക്കേറിയ സമയങ്ങളിലും ലേഡീസ് കോച്ചുകളിൽ RPF-ഉം TTR-ഉം കർശന പരിശോധന നടത്തും. ദീർഘദൂര ട്രെയിനുകളിൽ വനിതാ കോച്ചുകൾക്ക് പ്രത്യേക മുൻഗണന നൽകും. പുതിയ നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനായി സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പ്രത്യേക അറിയിപ്പുകൾ നൽകാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ട്രെയിനുകളിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയും റെയിൽവേ ഇരട്ടിയാക്കി. നിലവിലുള്ള 250 രൂപ പിഴ ഇനി മുതൽ 500 രൂപയാക്കി ഉയർത്തും. പുതിയ പിഴ നിരക്കുകൾ വരും മാസം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ടിക്കറ്റില്ലാത്ത യാത്രക്കാർ അതത് യാത്രാ നിരക്കിന് പുറമെ 500 രൂപ അധികമായി പിഴ അടയ്ക്കേണ്ടി വരും. റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലോ ട്രെയിനുകളിലോ ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്നവർക്കും ഭിക്ഷാടനം നടത്തുന്നവർക്കും എതിരെയും നടപടികൾ കടുപ്പിച്ചു. ഇത്തരക്കാർക്ക് 2000 രൂപ പിഴ ചുമത്തും. കുറ്റം ആവർത്തിക്കുന്ന പക്ഷം ഇവർക്ക് തടവ് ശിക്ഷയും ലഭിക്കാം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രെയിൻ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനുമായാണ് റെയിൽവേയുടെ പുതിയ പരിഷ്കാരങ്ങൾ. റെയിൽവേ ഡിവിഷനുകളിൽ കാലങ്ങളായി മാറ്റമില്ലാതെ തുടർന്ന ശിക്ഷാ തുകകളാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. കുറഞ്ഞ പിഴ ഈടാക്കിയതുകൊണ്ട് മാത്രം നിയമലംഘനങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായി റെയിൽവേ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരിൽ കൃത്യമായ അവബോധം വളർത്തുന്നതിനും ടിക്കറ്റില്ലാത്ത യാത്ര പൂർണ്ണമായി തടയുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ നടപടികൾ എന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. ഇതിലൂടെ വരും ദിവസങ്ങളിൽ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ് പ്രതീക്ഷ. ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലോ മദ്യപിച്ച് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് കാത്തിരിക്കുന്നത്. വകുപ്പ് 145 അനുസരിച്ച് ഇത്തരം മോശം പെരുമാറ്റങ്ങൾക്ക് 1000 രൂപയാണ് പ്രാഥമിക പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ കുറ്റം ആവർത്തിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയോ ചെയ്താൽ പിഴ 5000 രൂപ വരെയാകാനും ഒപ്പം 6 മാസം വരെയുള്ള കഠിന തടവ് ലഭിക്കാനും സാധ്യതയുണ്ട്. റെയിൽവേ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയോ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ചെയ്താൽ വകുപ്പ് 146 പ്രകാരം 2500 രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. പരിസ്ഥിതി മലിനീകരണവും തീപിടുത്തത്തിനുമുള്ള സാധ്യതകളും ഒഴിവാക്കുന്നതിനായി ട്രെയിനുകൾക്കുള്ളിലെയും പ്ലാറ്റ്ഫോമുകളിലെയും പുകവലി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം പുകവലിക്കുന്നതായി കണ്ടെത്തിയാൽ 2000 രൂപ നേരിട്ട് പിഴ ചുമത്തും. ഈ തുക അടയ്ക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായ നടപടികളിലൂടെ ഇത് 5000 രൂപ വരെയുള്ള ശിക്ഷയായി മാറ്റാൻ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊബൈൽ ആപ്പ്, IRCTC പോർട്ടൽ എന്നിവ വഴി യാത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ ടിക്കറ്റില്ലാത്ത യാത്രകൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം യാത്രക്കാർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ പുതിയ ഡിജിറ്റൽ യുഗത്തിലും നിയമങ്ങൾ കർശനമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.